വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയാണ്. ആ പോസ്റ്റിൽ എന്താണ് അയാൾ മെൻഷൻ ചെയ്തതെന്ന് അറിയോ? അന്യൻ തിരിച്ചു വരണമെന്ന്. എന്ത് പൊട്ടത്തിലല്ല അയാൾ ഈ പറയുന്നത്. ഈ നൂറ്റാണ്ടിലും അന്യനൊക്കെ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ലെവലൊന്ന് നോക്കിയേ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന്യൻ തിരിച്ചു വരണമെന്നാണോ? നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയും. ബൈ. ഹലോ അരുൺ, നീ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് പോരെ? ഓക്കെ സാർ. ഹായ്, ഇതാ നമ്മുടെ ഓഫീസ്. ഇവിടെ എല്ലാവരും നല്ല കമ്പനിയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് രാഹുൽ, ഒടുക്കത്തെ ചാടയാണ്, ബട്ട് പാവാണ്. കിരൺ, ഇപ്പൊ തിരക്കിലാണ്, പിന്നെ പരിചയപ്പെടാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ. എവിടുന്നാ വരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ്. ഇൻസ്റ്റ ഐഡി തന്നെ കേട്ടാ. ഫോട്ടോക്കൊക്കെ ലൈക്ക് അടിക്കണേ. പിന്നെ ചെയ്യണം എന്ത് വർക്ക് ചെയ്യുന്ന പറഞ്ഞു? ചേട്ടൻ നേവി ഓഫീസറാണ്. ആണോ? ഇയാളുടെ വീട് എവിടെ വരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്കൊരു സെൽഫി എടുത്താലോ? എന്തായി, പെൻഡിങ് വർക്കൊക്കെ കഴിഞ്ഞോ? സാർ കഴിയാറായി. ഇതാ പറഞ്ഞേ, ഈ റീൽസും ഫോട്ടോയും ഒക്കെ എടുക്കാൻ നിന്ന വർക്ക് പെൻഡിങ് ആവും. അപ്പോൾ ഉള്ള സമയം വർക്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ? അരുൺ വന്നില്ലേ? കേരളത്തെ നടക്കിയ അരുൺ കൊലക്കേസുകളിൽ 5ാമത്തെ കൊലപാതകവും റെയിൽവേക്ക് സമീപമാണ് കണ്ടത്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സാറേ, ആരോടോ? സ്ഥിരം പുള്ളിയാ. ഇന്നും നേരം വൈകിയല്ലേ? അതെ സാർ, ചെക്കിങ്ങിൽ പെട്ടു. എന്ത് ചെക്കിങ്? ചെക്കിങ് അത് വരുന്ന സമയത്ത് പോലീസ് ചെക്കിങ്ങിലായിരുന്നു. എന്നും ഓരോ എക്സ്ക്യൂസ് ആണല്ലോ. എല്ലാ ദിവസവും നേരം വൈകിയല്ലേ വന്നിട്ടുള്ളത്? അതെ സാർ. പെൻഡിങ് വർക്കൊക്കെ റെഡിയായോ? അത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ് നീ. ഇപ്പം എവിടെയാണ് വന്ന് നിൽക്കുന്നത് നോക്കിയേ. ഞാൻ വിളിക്കാം. നീ എന്താ വിളിക്കണേ? സാറിനെ കാണാൻ വെയിറ്റ് ചെയ്യടാ. അത് സ്ഥിരമുള്ളതാ, കാര്യാക്കണ്ട. നീ പോര്. കുറെ നേരം വന്നിട്ട് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, 10 ആവണല്ലേ ഉള്ളൂ.
ഇറങ്ങത്തിൽ ലേറ്റ് ആയി പോയി. എന്ത് കാണണമെന്ന് പറഞ്ഞു? പറയാം, ഇപ്പം വന്നല്ലോ. ഓ, ഈ ചൂട് മാറാൻ ഒരു ഐസ്ക്രീം എടുക്കട്ടെ? ഹായ്, ഞാൻ ലേറ്റായി പോയോ? ഏയ്, കറക്റ്റ് ടൈമാ. എന്തൊരു ടെൻഷൻ പോലെ? ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഏട്ടൻ ഒരു എസ് ആണ്. ഇന്നലെ ഇവിടെ ചാർജ് ഒത്തിട്ടുള്ളൂ. എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടോള്. സോ എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് നോക്കാം, ശരിയാക്കാം. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, സാരില്ല. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എനിക്ക് തീരെ സമയമില്ല. ഞാൻ ഇറങ്ങണം. ഓക്കെ, കാണാം. ഹലോ അരുൺ, സ്റ്റേഷനിലേക്ക് വരണ്ട, ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാൽ മതി. ഓക്കെ സാർ. ജോയിൻ ചെയ്തു അല്ലേ? ഇരിക്കി. തന്നോട് വരാൻ പറഞ്ഞത് ഈ കേസിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും തോന്നിയോ? സാർ, എനിക്ക് തോന്നുന്നു ഇതൊരു സൈക്കോ സീരിയൽ കില്ലറാണെന്ന് തോന്നുന്നുണ്ട് സാർ. ഈ സെയിം 5 കൊലപാതകം സെയിം പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. സെയിം കില്ലർ, ഐ തിങ്ക്. ഇതിന്റെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് താൻ നോക്കി സാർ, സെയിം. ഒരു തെളിവ് പോലും വെച്ചിട്ടില്ല. ക്ലിയർ ഡെത്ത്, ഐ തിങ്ക്. പിന്നൊരു കാര്യം, ഇതുപോലൊരു സംഭവം 10 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പാലക്കാട് SI ആയിരുന്ന സമയത്ത് ഇവിടെയുള്ള SIയുടെ മകനാണ് കൊലപാതകം നടത്തിയത്. പിന്നെ അവൻ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ആരും അറിയില്ലായിരുന്നു. എന്നിട്ട് ആ പയ്യൻ ജൂനിയൽ ഹോമിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരൊരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്നാണ് എൻ്റെ അറിവ്. ഇവൻ ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ സംശയം. ഡെഡ് ബോഡിയിൽ നിന്നും തെളിവൊന്നും കിട്ടാതെ വട്ടം തിരിഞ്ഞ് പോലീസ്. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ നീക്കം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയാണ്. എന്താടോ, നമ്മുടെ കയ്യിൽ ആകെ തെളിവാണ് നഷ്ടപ്പെട്ടത്. ഇനി എന്ത് ചെയ്യും? മോളിൽ നല്ല പ്രഷറുണ്ട്. സാർ, എനിക്ക് തോന്നുന്നു, നോക്കി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പോസ്റ്റിന് താഴെ കമ്മ്യൂണിറ്റി ആൾക്കാരാണ് കൊന്നിരിക്കുന്നത്. നോക്കട്ടെ. ഓക്കെ, ഇയാൾ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യും. ഓക്കെ സാർ. എന്നിട്ട് കേസിന്റെ കാര്യങ്ങൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ സാർ. ആശാന്ത് അവിടെ? ഡോക്ടറാണോ വന്നത്? ഓക്കെ. ഹായ്, അരുൺ, SI ആണ്. ഈ അക്കൗണ്ട് തൻ്റെയാണോ? ഫോട്ടോ എൻ്റെതാണ്. മാറ്ററും കൊള്ളാം, പക്ഷേ ഫോട്ടോ എൻ്റെതാണെന്ന് വെച്ചിട്ട് അക്കൗണ്ട് എൻ്റെതാവണമെന്നില്ലല്ലോ. ഇതെൻ്റെ അക്കൗണ്ട് ഒന്നുമല്ല. ഓക്കെ, ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഓക്കെ, സോ ഈ പോസ്റ്റിന് താഴെ കമൻറ്റ് ആൾക്കാരാണ് കൊന്നിരിക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഡോക്ടർക്ക് ഉണ്ടോ? എനിക്കങ്ങനെ ഡൗട്ടൊന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും. കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. സംഭവം കണ്ടെന്ന് പറഞ്ഞ് കേസിലൊരു ദൃക്സാക്ഷിയും കൂടി. സുധീഷ് ലൈനിലുണ്ട്. സുധീഷ്, എന്താണ് സംഭവം, വ്യക്തമാക്കൂ. ഞാൻ പുലർച്ചെ 3 മണിക്ക് പാട്ടിലേക്ക് വരും. ഈ പോകുന്ന സമയത്ത് റെയിൽവേ 2 പിള്ളേര് കഴിക്കുന്ന സാധനം ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഒരാൾ മുഖം എടുത്തിരുന്നു.
സ്വീറ്റ്സ്. ഓക്കെ. എന്തായിരുന്നു? ഇന്നലെ എൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. കഴിഞ്ഞ ദിവസമല്ലേ മറ്റേ ടൈൽസ് ഒക്കെ പെൻഡിങ് ഉണ്ടെന്ന് ആ അതല്ല ശരി, ആ, അത് നമ്മുടെ ഗ്ലോബൽ ടൈൽസിൽ നിന്ന് അടുത്ത് ആ. പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആയിരുന്നു. ടൈൽസ് മാത്രമല്ല, ഇലക്ട്രിക്കലും പ്ലംബിങ്ങും എല്ലാം അവിടെ നിന്ന് അടുത്ത്. ഓക്കെ. അപ്പോൾ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പം എങ്ങളുടെ വീട് വർക്കൊക്കെ വരുമ്പോൾ അങ്ങോട്ട് വിടാം അല്ലേ? ആ പിന്നെ ന്യൂ ഇയർ ആയിട്ട് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. ഹായ്, എന്താ ഇവിടെ? അല്ല, ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അതല്ലേ, എന്തായിരുന്നു? ഞാനിവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായില്ലേ, അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്ന് കോപ്പി എടുക്കാൻ വേണ്ടി വന്നു. കിട്ടിയോ? ആ കിട്ടി. ജ്യൂസ് എന്തെങ്കിലും? ഏയ് നോ, വേണ്ട, കുഴപ്പമില്ല. ഓക്കെ. ചേട്ടാ, ചേട്ടനാണല്ലോ ടി വിയിൽ മൊത്തം ഫേമസ് ആയല്ലോ. അതാ പിള്ളേരെല്ലാം കൂടെ എടുത്തതാ. അതിന് ചേട്ടനാ കില്ലറുടെ ഫേസ് ശരിക്കും കണ്ടോ? ഞാൻ അയാളുടെ മുഖം ശരിക്കും കണ്ടു. ചേട്ടനാ ഫേസ് ഇതാണോ നോക്കിയത്? അയ്യോ, ചേട്ടൻ പേടിക്കണ്ട, വണ്ടി എടുത്തോ. ഇനി ഞാൻ പറയുന്നിടത്ത് വണ്ടി എടുത്തിയാൽ മതി. ചേട്ടാ, നിർത്തലേ എന്താ നിർത്തി? അങ്ങോട്ട് നീങ്ങിക്കണം. എന്താ കാര്യം? ഞാൻ പറയാം. ചേട്ടാ വണ്ടി എടുക്ക്. ചെറുക്ക, നിങ്ങളിതുകൊണ്ടെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത്? പറടാ. ഇതിലും രൂക്ഷമായിട്ട് എനിക്ക് ചോദിക്കാറിയണ്ടല്ലോ. പറടാ. നീ പറയുന്നുണ്ടോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിന്റെ കൂടെയുള്ള പേര് പറടാ. സാർ എന്ത് ചെയ്യോ? കൊല്ലോ? കൊന്നത് അവസാനിക്കോ? എന്നെ കൊണ്ട് ഇത് അവസാനിക്കില്ല സാർ, എന്നെ കൊണ്ട് ഇത് അവസാനിക്കില്ല. ഇത് ഒറ്റപ്പെട്ടവൻ്റെയും കളിയാക്കപ്പെട്ടവൻ്റെയും കഥയാണ് സാറേ. ഇത് അവസാനമില്ല സാർ, ഇതിന് അവസാനമില്ല സാർ. നീ അവനെ ആരാന്ന് പറടാ. ഇത് ഞങ്ങൾ ഇന്നൊന്നിലും തുടങ്ങിയതല്ല സാർ. സാർ ഒറ്റപ്പെട്ടു വന്നിട്ടുണ്ടോ? കളിയാക്കുന്നവരുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാണ്ട് തരിച്ചു വന്നിട്ടുണ്ടോ? കളിയാക്കുന്നവർക്ക് അതൊരു രസമാണ്, എന്നാൽ കേൾക്കുന്നവർക്ക് അതൊരത്ര രസമല്ല സാർ. അങ്ങനെ നിന്ന സമയത്ത് മനസ്സൊന്ന് താളം തെറ്റും. അപ്പോൾ കൈ പിടിച്ച് നടത്തിയ ആളാണ് സാർ. ആ പേര് ഞാൻ പറയില്ല സാറ്. നിങ്ങളെങ്ങനെയാ ആ പോസ്റ്റിൽ കമ്മ്യൂണിറ്റി ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്? ഓരോ ഫേസ്ബുക്ക് അക്കൗണ്ടിനും ഓരോ ട്രാക്ക് ഐ ഡി ഉണ്ട്. അത് കണ്ടെത്തി ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും, എന്നിട്ട് കൊല്ലും. നാവ് പിഴുതെടുത്ത് കൊല്ലും. ആ നാവ് കൊണ്ടല്ലേ അവരെല്ലാവരും കളിയാക്കാറ്. ആ പേര് ഞാൻ പറയില്ല സാറ്. സാറില്ലേ, സാറ് കൊല്ല്. സാർ എന്ത് വേണമെങ്കിലും ചെയ്തു തല്ലിക്കൊല്ല്. ആ പേര് ഞാൻ പറയില്ല സാർ. ആ പേര് ഞാൻ പറയില്ല സാർ.
അരുൺ, എന്തായി വർക്ക്? കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ വർക്ക്? ലേശം കൂടി ഉണ്ട്. അതിപ്പോൾ കഴിയും. ഒരു മാറ്റമില്ലല്ലോ. ആ, വേഗം തീർക്ക്. ഹലോ. അവനെ ഞാൻ കണ്ടു. അവൻ നിന്റെ പുറകിലാണുണ്ട്.